ഈ മാസം റേഷൻ അരി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ റേഷൻ കടയിലേക്ക് പോകാൻ വേണം, കുറച്ച് നേരം അമ്മയുടെ അടുത്ത് ഇരുന്നിട്ട് പോരും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. റേഷൻ കടയിലേക്ക് വരുമ്പോൾ അമ്മ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് ആയി, ഇനിയിപ്പോൾ പോക്കും വരവൊക്കെ ഒരു കണക്കായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. ഇനി പിന്നെ ഇവിടെ അങ്ങോട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആവുമല്ലോ. അപ്പോൾ പിന്നെ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ദോശയും ചട്നിയും ചമ്മന്തിയൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. പിന്നെ വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ കുറച്ച് നേരം റീൽസൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം ഫോണിൽ കുത്തിയിരിക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിയുമ്പോഴേക്കും വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി വന്ന് ഞാൻ ചാക്കും റേഷൻ കാർഡ് എല്ലാം കൂടെ എടുത്തിട്ടാണ് കേട്ടോ പോണത്. ആദ്യം തന്നെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടുന്ന് വൈകുന്നേരം പോരുന്ന വഴിക്കാരിയൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരാന്ന് വിചാരിച്ച അമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ആകെ മൂഡ് ഓഫാണ്. പിള്ളേരും എല്ലാവരും വിരുന്ന് പോയിട്ടുണ്ട്. വീട്ടിലെത്തിയ വശം തന്നെ ഞാൻ കിച്ചണിലാണ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. അപ്പോൾ ഞാനത് അങ്ങോട്ട് കൈയോടെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാങ്ങ വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടിയെ ചേർത്തു. പിന്നെ കുറച്ചധികം നെയ്യും കൂടെ ചേർത്തിട്ട് അടച്ചങ്ങോട്ട് വെച്ചു. ഇനി മാങ്ങ വേവട്ടെ. അപ്പോഴേക്കും അരപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും നമ്മൾ ചായ എടുത്തിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ഭൂരി സ്റ്റൂ കറി ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റൂ കറി ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇവിടുന്ന് ദോശയും ചായയും കുടിച്ചിട്ടാണ് പോയതെങ്കിൽ കൂടെ അതിൻ്റെ ഒരു കറിയുടെ ടേസ്റ്റ് കൊണ്ട് ഞങ്ങൾ രണ്ടാണ് ഇരുന്നിട്ട് മാക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കട്ടൻ ചായയും കൂടെ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. അങ്ങനെ ഞാനും പൂച്ചിട്ടും കൂടെ ചായയൊക്കെ കുടിച്ചിരുന്നു അമ്മയുടെ കൂടെ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും നമ്മൾ വീട്ടിൻ്റെ അപ്പുറത്തുള്ളൊരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അമ്പലത്തേക്ക് കൂവള നുള്ളാൻ വേണ്ടിയിട്ട് ഇവിടെ കൂവളമരം ഉണ്ടാകും അതിനെല്ലാം നുള്ളാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അമ്മയും ആ ചേച്ചിയും കൂടെ കൂവളയിലൊക്കെ നുള്ളായിരുന്നു കാര്യമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചേച്ചിയോടും കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചു. ഇവരൊക്കെ കുറേ കാലമായി ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ട്. അങ്ങനെ പിന്നെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും കുക്കിംഗ് പരിപാടിയിലേക്ക് നിന്നുണ്ടായിരുന്നു കേട്ടോ. മാമ്പഴം ഉണ്ടായിരുന്നു, മാങ്ങ ഉണ്ടായിരുന്നു ഒരുപാട്. ശ്രുതിയുടെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതായിരുന്നു. അപ്പോൾ പിന്നെ അത് വെച്ച് ജ്യൂസ് അടിക്കാൻ പറഞ്ഞു. ഏട്ടനെ ഞാൻ അവിടെ എൻ്റെ ഷർട്ട് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ജ്യൂസ് അടിക്കടി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ വെച്ച് ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ടായിരുന്നു. അരപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാലോ അതിലേക്കുള്ള അരപ്പ് എന്ന് പറയുന്നത് നമ്മൾ നാളികേരം, ചെറിയ ജീരകം, ഉള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ ചേർത്താണ്ട് അരച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം പച്ചമുളകൊക്കെ വെച്ച് തൈര് കൂട്ടിയിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അരപ്പ് അതിൽ ചേർത്തു. പിന്നെ അരപ്പൊക്കെ വെന്ത സ്ഥിതിക്ക് നമ്മളിതാ അതിനകത്തേക്ക് കടുകും കൂടെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കടുക്, ഉലുവ, വറ്റൽമുളക്, ശർക്കര അച്ചും കൂടെ ഇതിനിടയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്പീഡിൽ ഞാൻ പറയാൻ വിട്ടതാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റിന് കുറുകുറാതിരിക്കണം മാംഗോ ജ്യൂസ് ആയിരുന്നു കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ വായിക്കൊരു ഒഴിവില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് സുബി ഫുഡ് കൺട്രോൾ ചെയ്യും, നല്ലോണം തടിച്ച് വരുന്നുണ്ട് എന്നുള്ളത്. എനിക്ക് ഫുഡ് കണ്ടു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ അറിയില്ല ഗെയ്സ്. എനിക്ക് കഴിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ പിച്ചിരുന്ന് കഴിക്കണം എനിക്ക് ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ഉരുട്ടി വായ നിറയെ ഇരുന്ന് കഴിക്കണം കേട്ടോ. എനിക്കിങ്ങനെ പ്രഹസനം കാണിച്ച് കഴിക്കുമ്പോൾ എനിക്ക് വയറ് നിറയും. എനിക്കിങ്ങനെ ഉരുട്ടി കഴിക്കണം കേട്ടോ. അപ്പോഴാണ് എനിക്ക് ആ ഒരു വയറ് നിറഞ്ഞൊരു ഫീൽ വരുള്ളൂ. പിന്നെ അതാ നമ്മുടെ മീൻ കറിയും മീൻ വറുത്തതും പപ്പടവും എല്ലാം ഉണ്ടായിരുന്നു. മാമ്പഴ പുളിശ്ശേരിയും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു പിടി പിടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ കാര്യം പറഞ്ഞ് കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പോരുന്ന സമയമായപ്പോഴേക്കും ഷാജറ്റിന് ചക്കവറ്റൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വറവ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്ന് ചക്ക എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേറെ എവിടെ എനിക്ക് ചക്ക കിട്ടാൻ വേണ്ടിയിട്ടില്ല കേട്ടോ. അവിടെ ഒന്നും ചക്ക കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ചക്ക എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി പഴുത്തിട്ട് വേണം അടുത്തതൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അത് ഷാജറ്റിന് മാത്രമുള്ളത് ഒരു കുഞ്ഞൊരു ചക്കയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. എല്ലാം കൂടെ നമുക്ക് ഒത്തുപോലെ ഒരു 5-6 ഐറ്റംസ് അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ എടുത്ത് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് റേഷൻ കടയിൽ പോകണമെന്ന് പറഞ്ഞില്ല. പിന്നെ അവിടെ നിന്ന് അരിയും കൂടെ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മണ്ണെണ്ണ ഉണ്ടെന്ന് പറഞ്ഞത് കുപ്പി എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ആ വേസ്റ്റ് ഇടുന്ന കുപ്പിയില്ല, അതൊന്നൊരു കുപ്പിയൊക്കെ തപ്പി പിടിച്ചെടുത്ത് ഞാൻ തിരിച്ച് വീട്ടിൽ പോരും. അപ്പോൾ അത്രയുള്ള നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.